എല്ലാവർക്കും ഹായ്. നിങ്ങൾക്കൊപ്പം system.guru.markets കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ക്രൈറ്റീരിയാസ് ഐ ടിക്കർ CRTO 2025 ഏപ്രിൽ 15 വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി ക്രൈറ്റീരിയാസ് ഐ ആറ്റ് ഉപവിഭാഗത്തിൽ പെടുന്നു. അഡ്വർടൈസിംഗ് 50 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. വീഡിയോയുടെ അവസാനം ഓർഡറുകളുടെ പട്ടിക കാണുക. കമ്പനിയുടെ ആകെത്തുക 10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.8 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 8 പോയിന്റ് റേറ്റിംഗിനെതിരെ ക്രൈറ്റീരിയാസ് ഐ ആഡർ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ക്രൈറ്റീരിയാസ് ഐ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. ക്രൈറ്റീരിയാസ് ഐ -20% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ -23.5%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കോർപ്പറേഷന്റെ വിപണി മൂലധനം ക്രൈറ്റീരിയാസ് ഐ ആഡർ 1.52 ബില്യൺ മൂല്യം. $90 ബില്യൺ ഉപവിഭാഗം മൂലധനം. ക്രൈറ്റീരിയാസ് ഐ ആഡർ 1.678% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $1.05 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $26 ബില്യൺ ആണ്. ക്രൈറ്റീരിയാസ് 4.018% വിഹിതമാണ്. എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ക്രൈറ്റീരിയാസ് ഐ ആഡർ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ 1.678%. പുസ്തക മൂല്യം 4.018%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ 139% കൂടുതലാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $10.5 ബില്യൺ ആണ്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 10%. കമ്പനിയുടെ കടങ്ങളുടെ ഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം 13.7 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 30.6 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 55% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $111 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $176 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 58.4% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ റവന്യൂ ബാലൻസ് മൂല്യം 0.8 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 1.2 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 33% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള ഓഹരി വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $1930 മില്യൺ. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $3060 മില്യൺ. ഇത് നിലവിലെ സമയത്തേക്കാൾ 59% കൂടുതലാണ്.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 വിൽപ്പന മാർജിൻ 5.8%. ഉപവിഭാഗത്തിന് ശരാശരി 3.8%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 2%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് 0.5. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 0.824%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 104% കുറവാണ്. ഇത് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തിൽ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു. ക്രൈറ്റീരിയാസ് ആയി ഒരുപക്ഷേ പുനർമൂല്യനിർണയത്തിലേക്ക്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $432,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $212,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 103.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $31,700 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $6,900 ആണ്. ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം 357%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓരോ കമ്പനി ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതം $550,000 ആണ്. ഉപവിഭാഗം പ്രകാരം $184,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 199%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 5.8%. ഉപവിഭാഗത്തിന്റെ ശരാശരി 6.6%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ്. സൂചകം റിസെ 14 കമ്പനിക്ക് 31% നിലവാരം കാണിക്കുന്നു. ക്രൈറ്റീരിയാസ് ഐ ആഡർ. ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 42%. സാങ്കേതികമായി ഉപവിഭാഗം സെക്യൂരിറ്റികൾ കമ്പനിയേക്കാൾ ഉയർന്ന മൂല്യമുള്ളവയാണ്. ക്രൈറ്റീരിയാസ് ഐ. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $27.92 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $55.74 ആണ്. നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 100%. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. ഇത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. ഒരു റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഉപയോഗിച്ച് ഈ സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തലിന്റെ ഫലമായി ക്രൈറ്റീരിയാസ് ഐ. വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $27.93 എന്ന നിരക്കിൽ വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാലാണ് കരാർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക. എടുക്കുക ലാഭം 31.44 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 24.42 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 മെയ് 15 എക്സ്ചേഞ്ച് സെഷന്റെ അവസാനത്തിൽ ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ QUAD ഒരു കൗണ്ടർ ബാലൻസിംഗ് സെയിൽ ട്രേഡ് ആണ്. ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ്. ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ സ്വയമേവ അടച്ചു.
ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്. നിങ്ങൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.